തന്നെ എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ ഊഷ്മളമായ ദൈവാനുഗ്രഹങ്ങളും നന്മകളും ഏറ്റവും ഹൃദ്യമായിട്ട് നേരുകയാണ്. ദൈവം തൻ്റെ പുത്രനെ നമുക്ക് രക്ഷകനായി നൽകി. യേശുവിൻ്റെ മനുഷ്യാവതാരം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് യേശുവിൻ്റെ ഉദ്ധാനത്തോടുകൂടിയാണ്. ഉദ്ധാനം ഒരു സമൃദ്ധിയാണ്, നിത്യജീവന്റെ സമൃദ്ധിയാണ് യേശുവിൻ്റെ ഉദ്ധാനം. സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 24-ാം വാക്യം നമ്മൾ ഇപ്രകാരമാണ് വായിക്കുക: ഒരുവൻ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകും, മറ്റൊരുവന് കൊടുക്കേണ്ടത് പിടിച്ചു വെച്ചിട്ടും മറ്റൊരാൾ കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്നു. ഈ ഈസ്റ്റർ നമുക്ക് നൽകുന്ന സന്ദേശവും ഇത് തന്നെയാണ്. കർത്താവായ ഈശോ നമുക്ക് നൽകിയതിൻ്റെ സമൃദ്ധിയായി ദൈവം നമുക്ക് നൽകിയതാണ് യേശുവിൻ്റെ ഉദ്ധാനം. ഈശോ തന്നെ തന്നെ കൊടുത്തത് മുഴുവനായിട്ടാണ്. തൻ്റെ ജീവിതവും തൻ്റെ കഴിവുകളും പിതാവായ ദൈവം തനിക്ക് നൽകിയത് സർവ്വതും ഈശോ ഈ ലോകത്തിന് മുഴുവന് വേണ്ടി നൽകിയപ്പോൾ തൻ്റെ അവസാന തുള്ളി രക്തവും ഈ ലോകത്തിന് വേണ്ടി ഒഴുക്കിയപ്പോൾ അതൊരു സമൃദ്ധിയായിട്ട് മാറി, നിത്യജീവന്റെ സമൃദ്ധി. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 38-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു: കൊടുക്കുകയും നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും, നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് തന്നെ നിങ്ങൾക്കും അളന്ന് കിട്ടും. പ്രിയമുള്ളവരെ, ഈശോ കൊടുക്കുന്നതിൽ ഒന്നാമനായിരുന്നു. അതുകൊണ്ട് തന്നെ യേശു നൽകിയത് പിതാവായ ദൈവം ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാക്കി മാറ്റി. നമ്മുടെ ജീവിതത്തിൽ യേശുവിൻ്റെ ഉദ്ധാനം നൽകുന്ന ഉൾക്കാഴ്ച, ആരെല്ലാം ഈ ലോകത്തിൽ കൊടുക്കുന്നുവോ അവൻ്റെ ജീവിതത്തിൽ അത് സമൃദ്ധിയായിട്ട് മാറുമെന്നുള്ള ചിന്തയാണ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് കിണറുകൾ. നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന കിണറുകളിൽ നിന്ന് ഈ ലോകത്തിൽ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. കിണർ നമുക്ക് നൽകുന്ന ഉൾക്കാഴ്ച വളരെ വലുതാണ്. കൊടുക്കുന്നതിൻ്റെ സമൃദ്ധി എന്തെന്ന് കിണറുകളെ നോക്കിയാൽ നമുക്ക് അറിയുവാൻ കഴിയും. കിണറുകളിൽ ആരെല്ലാം ജലം കോരിയെടുക്കുന്നു അതിൽ വീണ്ടും ജലത്തിൻ്റെ സ്രോതസ് ചീറ്റിത്തെറിച്ച് ഉള്ളിൽ നിറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആരെല്ലാം കിണറുകൾ ഉപയോഗിക്കാതിരിക്കുന്നുവോ അതിൽ ഉള്ള ഉറവുകൾ പോലും നഷ്ടപ്പെട്ടു പോകുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആരെല്ലാം കൊടുക്കുന്നുവോ അവൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയാണ് നൽകുന്നത് എന്ന് യേശുവിൻ്റെ ഉദ്ധാനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ കന്യകാമറിയം മുഴുവനായി കൊടുത്തു. മുഴുവനായി കൊടുത്തപ്പോൾ അവിടെ വലിയൊരു സമൃദ്ധി ഉണ്ടായി. രക്ഷകനായ ഈശോ ഈ ലോകത്തിൽ അവതരിക്കുവാൻ, തൻ്റെ രക്ഷണീയ കർമ്മം പൂർത്തീകരിക്കുവാൻ പരിശുദ്ധ മറിയത്തിൻ്റെ കൊടുക്കൽ കാരണമാണ്. വിശുദ്ധ ഔസേപ്പിതാവ് നിദ്രയിൽ നിന്നുണർന്ന് ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു എന്ന് വചനമായിരിക്കുന്നു. മറിയത്തെ സ്വന്തം ഭാര്യയായി സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടിൽ വിശുദ്ധ ഔസേപ്പിതാവ് ഗൗരവമായി കണ്ടുകൊണ്ട് തന്നെ തന്നെ പൂർണ്ണമായി നൽകിയപ്പോൾ, വിട്ടുകൊടുത്തപ്പോൾ അവിടെ ഒരു സമൃദ്ധി ഉണ്ടായി. രക്ഷകനായ യേശുവിൻ്റെ, ബാലനായ യേശുവിൻ്റെ വളർച്ചയ്ക്ക് ഏറ്റവും വലിയ കാരണമായി തീർന്ന യൗസേപ്പിൻ്റെ കൊടുക്കൽ നമ്മുടെ ജീവിതത്തിൽ ഈ കൊടുക്കൽ വലിയ അർത്ഥമുണ്ട് എന്ന് യേശുവിൻ്റെ കൊടുക്കൽ പോലെ നമ്മുടെ ജീവിതത്തിൽ
കൊടുത്താൽ നിറച്ചു കിട്ടുമെന്ന് ഈ ഉത്ഥാനത്തിരുന്നാൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ 8-ാം അധ്യായം 35-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, സ്വന്തം ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അത് നഷ്ടപ്പെടുത്തും. ആരെങ്കിലും എനിക്ക് വേണ്ടിയോ സുവിശേഷത്തിന് വേണ്ടിയോ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയാൽ അവനതിനെ രക്ഷിക്കുമെന്ന യേശുവിൻ്റെ വാക്കുകൾ നമുക്ക് തരുന്ന കാഴ്ചപ്പാടുകൾ വളരെ വലുതാണ്. ഓരോ രക്തസാക്ഷികളും യേശുവിൻ്റെ അപ്പോസ്തലന്മാരാവട്ടെ, യേശുവിൻ്റെ നാമത്തെ പ്രതി സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയവരാവട്ടെ, നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്നു. അവരെന്തുകൊണ്ട് സ്വന്തം ജീവൻ യേശുനാമത്തെ പ്രതി നഷ്ടമാക്കാൻ തുനിഞ്ഞുവെന്ന്. അതിന് കാരണം മറ്റൊന്നുമല്ല, ബുദ്ധിതനായ ഈശോ തന്നെയാണ്. ഈശോ ആദ്യം കാണിച്ചു കൊടുത്ത കാഴ്ചപ്പാടുകൾ മനസ്സിന് ഹൃദയത്തിൽ പതിപ്പിച്ചവനൊക്കെ മരണം എന്നുള്ളത് നേട്ടമായി തീരും. അതും യേശുവിന് വേണ്ടി അല്ലെങ്കിൽ ആർക്കെങ്കിലും വേണ്ടി നഷ്ടപ്പെടുത്തുന്ന ജീവിതത്തിന് തീർച്ചയായിട്ടും പ്രത്യാശയ്ക്ക് വകയുണ്ട്, ഉദ്ധാനത്തിന് വകയുണ്ട് എന്ന് യേശുവിൻ്റെ ഉയർപ്പ് നമ്മെ പഠിപ്പിക്കുകയാണ്. ഏതൊരു വിശുദ്ധന്റെ ജീവിതവും എടുത്തു വെച്ച് നോക്കിയാൽ അവർ നൽകുന്ന കാഴ്ചപ്പാടുകൾ, അവർ നമുക്ക് നൽകുന്ന ജീവിത സന്ദേശം, അത് കൊടുക്കുന്നതിൻ്റെ സന്ദേശം, അവർ കൊടുത്തത് കൊണ്ടാണ് അവർ വിശുദ്ധരെന്ന പദവി അലങ്കരിച്ച് ഇന്ന് സ്വർഗത്തിൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നവരായി തീർന്നത്. യേശു കൊടുത്തതിൻ്റെ അതേ പതിപ്പായി ഓരോ വിശുദ്ധരും മാറുന്നു. ജീവിതത്തിൽ കൊടുക്കുന്നവന് നിശ്ചയമായും സമൃദ്ധി ഉണ്ടാകുമെന്നുള്ള ഒരു വലിയ കാഴ്ചപ്പാട് യേശുവിൻ്റെ ഈ ഉത്ഥാനത്തിൽ നാം നമുക്ക് നൽകുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ഈശോ പറഞ്ഞു, സത്യസത്യമായി ഞാൻ നിങ്ങളോട് പറയും, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് അതേപടി അഴിയുന്നെങ്കിലും അത് വളരെയധികം ഫലം പുറപ്പെടുവിക്കും. അഴുകുന്നതിന് പോലും ഒരു പുതിയ ജീവിതത്തിന്റെ പ്രത്യാശ നൽകുന്നു എന്ന്. അഴുകുന്ന എന്തിനും ഒരു പൊതുജീവന്റെ നാമം നൽകുവാൻ കഴിവുണ്ട് എന്ന് യേശുവിന്റെ ഉത്ഥാനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ശൂന്യമായ കല്ലറ അത് ഒരു ഉത്ഥാനത്തിന്റെ നിത്യജീവന്റെ സമൃദ്ധിയുടെ അടയാളം. യേശുവിന്റെ ഉത്ഥാനം ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നവന് ഒരിക്കലും കുറവല്ല ഉണ്ടാകുന്നത്, കൊടുക്കുന്നവന് നിറവാണ് ലഭിക്കുന്നത് എന്നുള്ള ഒരു വലിയ പ്രത്യാശയുടെ ചിന്തയാണ് യേശുവിൻ്റെ ഉത്ഥാനം. യേശു ഈ ലോകത്തിന് വേണ്ടി മുഴുവനായി കൊടുത്തു. തൻ്റെ അവസാനത്തുള്ളി രക്തവും ഈശോ വിലയായി നൽകി. അതുകൊണ്ട് തന്നെ യേശുവിന് മരണത്തെ പരാജയപ്പെടുത്തി 3-ാം ദിനം ഉയർക്കുവാൻ കഴിഞ്ഞുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകൾ, സമയം, ആരോഗ്യം, സൗന്ദര്യം, അറിവുകൾ, ഇതൊക്കെ മറ്റുള്ളവന് വേണ്ടി കൊടുക്കുവാൻ നാം തയ്യാറാണെങ്കിൽ, നാം സമ്പാദിച്ചിട്ടുള്ളതൊക്കെ മറ്റുള്ളവന് കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധിയായി മാറും എന്നുള്ള ഒരു വലിയ ചിന്ത ഈ ഈസ്റ്റർ നമുക്ക് നൽകുന്നുണ്ട്. നാം എല്ലാവരും സ്വരുക്കൂട്ടി വെക്കുന്നവരാണ്. പലതിനെയും നമ്മൾ സ്വരുക്കൂട്ടി വെക്കാറുണ്ട്. പുസ്തകമാവട്ടെ, അധ്വാനിച്ച് കിട്ടുന്നതാവട്ടെ, ശേഖരിച്ചു വെക്കാറുണ്ട്. അധ്വാനിച്ച് കിട്ടുന്നതും പുസ്തകങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്നതും ഒക്കെ നമ്മുടെ സ്വന്തമാണെന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. അതൊരിക്കലും ഒരാളുടെ സ്വന്തമാകുന്നില്ല. എപ്പോഴൊരുവൻ ഒരു പുസ്തകം വാങ്ങിച്ചു വെച്ച് അത് വായിക്കുവാൻ തുടങ്ങുന്നു, എപ്പോഴൊരുവൻ വിശുദ്ധ ഗ്രന്ഥം എടുത്തു വെച്ച് വായിക്കുവാൻ തുടങ്ങുന്നു, അപ്പോഴാണ് അവൻ ആ ഗ്രന്ഥത്തിന്റെ അധികാരിയായിട്ട് മാറുന്നത്. ഒരുവൻ ഒരു പുസ്തകം വാങ്ങിച്ച് സ്വന്തം കൈവശം അത് വെക്കുന്നത് കൊണ്ട് മാത്രം അവൻ അതിന്റെ അധികാരിയാവുന്നില്ല, അവൻ അതിന്റെ സൂക്ഷിപ്പുകാരൻ മാത്രമാകുന്നു. ഒരുവൻ എത്രമാത്രം സമ്പത്ത്
ശേഖരിച്ച് സ്വരുക്കൂട്ടി വെച്ചാൽ അവരത് എന്ന് ഉപയോഗിക്കുവാൻ തുടങ്ങുന്നോ അപ്പോഴാണ് അവൻ അതിൻ്റെ അധികാരി. എപ്പോഴെല്ലാം അവനത് കൈവശം വെറുതെ നീക്കുന്നു അവനതിൻ്റെ സൂക്ഷിപ്പുകാരൻ മാത്രമാണ്. ഈശോ നിത്യമായ ജീവിതത്തിന്റെ അധികാരിയാണ്. കാരണം കർത്താവ് മരണത്തെ പരാജയപ്പെടുത്തി ഉദ്ധാനം ചെയ്തു. ആ യേശുവിൻ്റെ ഈ മഹോന്നതമായ ഈസ്റ്റർ തിരുനാൾ കൊണ്ടാടുമ്പോൾ ഈശോ നമുക്ക് നൽകുന്ന ഏറ്റവും ഉന്നതമായ ചിന്തയും ഇത് തന്നെയാണ്. കൊടുക്കുക, നിങ്ങൾക്ക് നിറച്ചു കിട്ടുമെന്നുള്ള ഒരു ചിന്ത. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്. സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 24-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഒരാൾ ഉദാരമായി നൽകിയിട്ടും കൂടുതൽ ധനികനാകും, നൽകേണ്ടത് പിടിച്ചു വെച്ചിട്ടും മറ്റൊരുവൻ കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കും. സ്നേഹമുള്ളവരെ, യേശുവിൻ്റെ ഉദ്ധാനത്തിൽ നാം ആഘോഷിക്കുന്നു. ആരെല്ലാം കൊടുക്കുന്നുവോ അവന്റെ ജീവിതത്തിൽ ദൈവം നൽകുന്നത് സമൃദ്ധിയായിരിക്കുമെന്ന് പൂർണ്ണമായി കൊടുത്ത ഈശോയുടെ ഉദ്ധാനം നമ്മെ ഓർമ്മപ്പെടുത്തുകയും നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി, ദൈവത്തിന് വേണ്ടി ആത്മാർത്ഥമായി മുഴുവനായി കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അങ്ങനെ ഈ ഉദ്ധാനത്തിൽ നാൾ ഒരു സമൃദ്ധിയുടെ, നിത്യജീവന്റെ സമൃദ്ധിയുടെ തിരുനാളായി ആഘോഷിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഉദ്ധാന തിരുനാളിൻ്റെ, ഈസ്റ്ററിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.